ഹായ് LCHF, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. ഇന്ന് ഞങ്ങൾ ഒരു ഈസി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. LCHF ഡയറ്റിൽ ബട്ടർ കോഫിയും കോഴിമുട്ടയും കഴിച്ചു മടുത്തു എന്ന് പരാതിപ്പെടുന്നവർക്ക് പരിഹാരമായി ബ്രൊക്കോളിയും കാപ്സിക്കം കൊണ്ടൊരു സ്റ്റിർ ഫ്രൈ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ഡയറ്റിൽ എന്നും ബട്ടർ കോഫിയും മുട്ടയും തന്നെ കഴിച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല. അബിക്ക തന്നെ പറഞ്ഞിരിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഫിക്സഡ് സമയമില്ല. നിങ്ങൾക്ക് രാവിലെ ബീഫ് കഴിക്കാം, ഉച്ചയ്ക്ക് ബട്ടർ കോഫി കഴിക്കാം, എപ്പോഴാണോ നിങ്ങൾക്ക് വിശക്കുന്നത് അപ്പോൾ സൗകര്യപ്പെടുന്നത് കഴിക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു ബ്രൊക്കോളിയും 3 നിറത്തിലുള്ള ബെൽ പെപ്പറും എടുത്തിട്ടുണ്ട്. ഈ മുഴുവൻ ബെൽ പെപ്പറും ആവശ്യമില്ല, ഞാനൊരു 1/3 ഭാഗം എടുക്കുകയാണ്. നിങ്ങൾക്ക് രാവിലെ നന്നായിട്ട് വയറ് നിറയെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയൊക്കെ എടുക്കാം. ഇവിടെ ഞാൻ ഒരാൾക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബെൽ പെപ്പറും എടുക്കാം. ഇനി ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബ്രൊക്കോളി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് പറയാം. ബാക്കിൽ നിന്ന് ഓരോ അല്ലികളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ തണ്ട് നിങ്ങൾ വെളിയിൽ കളയണ്ട, ഇത് നമുക്ക് ഭക്ഷണത്തിനുമായിട്ട് ഉപയോഗിക്കാം. അതുപയോഗിച്ചുള്ള റെസിപ്പികൾ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇനി ഓരോ ഫ്ലോറിക്സിനെ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. വല്ലാതെ ചെറുതാക്കി എടുക്കണ്ട, ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ചെറുതാക്കി എടുത്താൽ മതി. ഇതൊരു 10 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസും ഉപ്പും കുരുമുളകും ബട്ടറും മാത്രം ഉപയോഗിച്ച് നമുക്ക് രാവിലെ ഒരു ഈസി റെസിപ്പി തയ്യാറാക്കാം. ആദ്യം കഴുകിയെടുത്ത ബ്രൊക്കോളിയെ നമുക്കൊരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് വേണം ബ്രൊക്കോളി ഇടാൻ, അപ്പോഴാണ് നല്ല പച്ച നിറത്തിൽ നമുക്ക് കിട്ടുക. ബ്രൊക്കോളിയും വെള്ളം കൂടി നമ്മൾ തിളക്കാൻ വെക്കുമ്പോൾ നല്ല ഗ്രീൻ കളർ നഷ്ടമാവും. പിന്നെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞാൽ കോരിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ബ്രൊക്കോളി ആദ്യ ദിവസം തന്നെ ഇതുപോലെ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടുകൂടാതെ നമുക്ക് 2-3 ദിവസം ഉപയോഗിക്കാം. ബ്രൊക്കോളി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. കൂടുതൽ ദിവസം ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിക്കാൻ കഴിയില്ല, പെട്ടെന്ന് വേവാവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇട്ട് തിളപ്പിക്കരുത്. ഇപ്പോൾ 2 മിനിറ്റായി ഞാനിത് വെള്ളത്തിൽ നിന്നും കോരിയെടുക്കുകയാണ്. ഉടനെ തന്നെ നമുക്ക് ബട്ടർ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 25 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് പാൻ തുടച്ച് വേഗം ബട്ടർ ചേർത്ത് കൊടുക്കുക. പാൻ ഒരുപാട് ചൂടായതിന് ശേഷം ബട്ടർ ചേർക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇനി വേഗം ബ്രൊക്കോളിയും ചേർത്ത് കൊടുക്കാം. കൂടുതൽ നെയ്യ് തിളക്കാൻ വേണ്ടി കാത്തു നിൽക്കണ്ട, അതിന് മുന്നേ തന്നെ ബ്രൊക്കോളി ചേർക്കാം. ഇനി ഇത് ഈ ബട്ടറിൽ വാട്ടിയെടുക്കാം. ബ്രൊക്കോളിയിൽ നിന്നുള്ള വെള്ളം ബട്ടറിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇത് പാകമാവുകയും ചെയ്യും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രൊക്കോളി ചേർത്തപ്പം അതിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഇറങ്ങി വന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ബെൽ പെപ്പർ ചേർത്ത് കൊടുത്താൽ മതി. ബെൽ പെപ്പറിന് അധികം വേവില്ല, പെട്ടെന്നാവും. ഒന്ന് വാടി വരാൻ കുറച്ച് സമയം മതി. ബെൽ പെപ്പറൊക്കെ ഞാനൊന്ന് നെയ്യിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ബ്രൊക്കോളിയുടെ മുകളിലാണ് കിടക്കുക, അപ്പോൾ അതൊന്ന് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ബ്രൊക്കോളി ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ബെൽ പെപ്പർ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
2 മുതൽ 3 മിനിറ്റ് കൊണ്ട് ബെൽ പെപ്പറും വാടി കിട്ടും. നമ്മളിതിലേക്ക് എരിവൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ സമയം വറുത്തുകൊണ്ടിരുന്നാൽ കുരുമുളക് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ ബ്രൊക്കോളി ബെൽ പെപ്പർ സ്റ്റിർ ഫ്രൈ തയ്യാറായി. 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. രാവിലെ ബിഗിനേഴ്സായ ആൾക്കാർക്കും സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഈ പാനിലുള്ള ഉരുകിയ ബട്ടറെല്ലാം ഇതിന് മുകളിലേക്ക് തുടച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ രാവിലെ തയ്യാറാക്കിയെടുക്കുന്ന ഈ റെസിപ്പിയിൽ നമുക്ക് എനർജി കിട്ടുന്നത് ഇതിലേക്ക് ഉപയോഗിച്ച ബട്ടറിൽ നിന്നുമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെയും വഴുതനങ്ങയുടെയും ഒക്കെ പോലെയുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ബ്രൊക്കോളി. ബ്രൊക്കോളിയുടെ ചില പ്രധാന ഗുണങ്ങൾ ഇനി പറയാം. ദഹന പ്രക്രിയക്ക് സഹായിക്കും, ക്യാൻസറിനെ തടയും, ശരീരത്തിലെ അഴുക്കുകൾ പുറന്തള്ളും, വൈറ്റമിൻസ് മാക്സിമൈസ് ചെയ്യും, സ്കിന്നിനെ സംരക്ഷിക്കും, BP കുറക്കാൻ സഹായിക്കും, ലിവർ ഹെൽത്ത് ശക്തിപ്പെടുത്തും, അതുപോലെ ബ്രെയിൻ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യും, ആൻറ്റി ഏജിങ്ങുമാണ്, ഹെയർ കെയറിനും നല്ലതാണ്. സൾഫർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ആർത്രൈറ്റിസിനെ പ്രതിരോധിക്കാൻ ബ്രൊക്കോളിക്ക് സഹായിക്കാനാവും. ബ്രൊക്കോളിയുടെ അനേകം ഗുണങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചിലതാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. എല്ലാവരും ഈ ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.